സല്യൂട്ട് ഭാരത്. സാർ, ഈ സെമി കണ്ടക്ടർ ചിപ്പിൻ്റെ കാര്യത്തിൽ ചൈനയാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു എന്നാണ് നമ്മുടെ കേട്ടറിവ്. അതുപോലെ ഒരു വിഭാഗം രാജ്യങ്ങൾ അതിലും ചെറിയ ചിപ്പുകൾ, ഇപ്പോൾ കൊറിയ, ജപ്പാൻ, തായ്വാൻ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ അങ്ങനെയുള്ള ഈ സെമി കണ്ടക്ടറിനേക്കാളും ചെറിയ ചിപ്പുകളുടെ മേഖലയിൽ മുന്നിൽ നിൽക്കുന്നു, നിർമ്മാണ മേഖലയിൽ മുന്നിൽ നിൽക്കുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സാർ, ഇവിടെ ഈ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ മേഖലയിലേക്ക് ചൈനയെ കടത്തിവെട്ടാൻ ഇന്ത്യ ഒരുങ്ങുന്നു. അവിടേക്കൊരു കടന്നുകയറ്റം ഇന്ത്യ നടത്താൻ പോകുന്നു. അപ്പോൾ ആ മേഖലയിൽ ഇന്ത്യയുടെ ഈ കാൽവയ്പ് എത്രത്തോളം ചൈനയെ ബാധിക്കും? അത് നമുക്ക് എത്രത്തോളം നേട്ടമുണ്ടാകും? ഇലക്ട്രോണിക്സ് വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അതിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് സെമി കണ്ടക്ടർ ചിപ്പുകൾ. ആ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ കാര്യത്തിൽ ഈ മെച്വർ നോഡ്സ് അല്ലെങ്കിൽ ലെഗസി ചിപ്പ് എന്നൊക്കെ പറയുന്ന വിഭാഗത്തിലെ സെമി കണ്ടക്ടറുകൾ, അതായത് 28 നാനോമീറ്ററോ അതിന് മുകളിലോ വലിപ്പമുള്ള സെമി കണ്ടക്ടർ ചിപ്പുകൾ, അതിനാണ് ഈ ലെഗസി ചിപ്പ് എന്നും മെച്വർ നോഡ് എന്നൊക്കെ പറയുന്നത്. ആ വിഭാഗത്തിലെ ചൈനയ്ക്കാണ് ഇന്ന് ലോക മാർക്കറ്റിൽ ആധിപത്യം. ഈ വിഭാഗത്തിലെ പണ്ട് ഈ വിഭാഗത്തിൽ തന്നെ ആയിരുന്നു തൈവാൻ കമ്പനികള്, അമേരിക്കൻ കമ്പനികള്, ദക്ഷിണ കൊറിയൻ കമ്പനികള്, അതുപോലെ തന്നെ ജാപ്പനീസ് കമ്പനികള് ഒക്കെ. പക്ഷെ അവര് ആ ഒരു മേഖലയിൽ നിന്നും കുറച്ചുകൂടെ ശ്രദ്ധയൊന്ന് മാറ്റിയിട്ട് അഡ്വാൻസ്ഡ് നോഡെന്ന് പറയുന്ന 7 നാനോമീറ്ററോ അതിൽ കുറവോ ആയിട്ടുള്ള വളരെ മൈക്രോ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ നിർമ്മാണത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. സെമി കണ്ടക്ടർ ചിപ്പുകൾ സാധാരണ മെച്വർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വലുത്, ഞാൻ 28 നാനോമീറ്ററോ അതിന് മുകളിലോ ഉള്ള ചിപ്പുകള് കൂടുതലും കാറുകള്, ഇലക്ട്രിക് കാറുകള്, അതുപോലെ കൺസ്യൂമർ അപ്ലയൻസസ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ടെലികോം എക്യുപ്മെന്റ്, ഇതിലൊക്കെയാണ് ഇതിന്റെ ഉപയോഗം വരുന്നത്. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി മൂല്യവത്തായിട്ടുള്ള ചിപ്പുകളിലേക്കാണ് അമേരിക്കയുടെ ഒക്കെ തൈവാന്റെ ഒക്കെ ശ്രദ്ധ പോയിരിക്കുന്നത്. അത് കൂടുതലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ മേഖലകളിലെ ഡാറ്റാ സെന്ററിലെ മൊബൈൽ ഫോണുകളിൽ അതൊക്കെ ഈ 7 നാനോമീറ്ററും അതിൽ ചെറിയതുമായിട്ടുള്ള സൈസുള്ള ചിപ്പുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോ ഈ ലോകത്തെ ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടർ ചിപ്പുകളുടെ കാര്യത്തിൽ അതിന്റെ 70% വോളിയത്തിലും അതുപോലെ മൂല്യത്തിൽ 30% ഈ വലിയ 28 നാനോമീറ്ററിന്റെ ചിപ്പുകളാണ്. അവിടെ ഇപ്പൊ ചൈനയ്ക്ക് വലിയൊരു ഏകാധിപത്യം പോലെ വരാൻ പോവുകയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ബാക്കി ഉള്ള രാജ്യങ്ങൾ പലതും അവിടെ നിന്ന് പതുക്കെ അങ്ങ് പിറകോട്ട് പോയി. അവിടെ കടന്നു കയറാൻ ഒരു വളരെ ആസൂത്രിതമായ ശ്രമമാണ് ഇപ്പൊ ഇന്ത്യ നടത്തുന്നത്. ഈ ശ്രമം സ്വാഭാവികമായിട്ടും സെമി കണ്ടക്ടർ വ്യവസായത്തിൽ ആ മേഖലയിലെ ഇന്ത്യയുടെ ഒരു സാന്നിധ്യം ഉറപ്പിക്കാൻ ഇന്ത്യ നടത്തുമ്പോൾ തുറന്നു കിടക്കുന്ന കുറച്ച് സാഹചര്യം ഉള്ള ഒരു മേഖലയാണ്. ആദ്യം വലിയ ചിപ്പ് ഉണ്ടാക്കി പിന്നെ വേണം ചെറിയ ചിപ്പിലേക്ക് കിടക്കേണ്ടത്. അപ്പം മറ്റിടത്ത് വേക്കൻസി ഉണ്ട്. അവിടെ ഉണ്ടായിരുന്ന അമേരിക്കയും തൈവാനും ഒക്കെ പതുക്കെ വേറൊരു മേഖലയിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവിടെ ഒരു ഒഴിവുണ്ട്. അങ്ങനെയാണ് ഇന്ത്യ അതിലേക്ക് ഇടിച്ചു കയറുന്നത്. അപ്പോ ഇന്ത്യക്ക് അവിടെ ഒരു വലിയ സാധ്യത തുറന്നു വന്നിരിക്കുകയാണ്. ഈ സാധ്യതയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോ പല കമ്പനികൾ, ഇപ്പൊ ഉദാഹരണത്തിന് ടാറ്റയുടെ ഫാബ്രിക്കേഷൻ ധോളേറ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അവിടുന്ന് പ്രൊഡക്ഷൻ 2028 ഒക്കെ ആകുമ്പോഴേക്കും പ്രൊഡക്ഷൻ തുടങ്ങും എന്നാണ് കരുതപ്പെടുന്നത്. അതുപോലെ മറ്റു കമ്പനികളും ഇന്ത്യയിൽ ഈ മേഖലയിൽ മുതൽ മുടക്കിയിട്ടുണ്ട്. മൈക്രോൺ അമേരിക്കൻ കമ്പനിയാണ്, സെമി കണ്ടക്ടർ ചിപ്പിന്റെ ഉൽപാദന മേഖലയിൽ വലിയ ഒരു കമ്പനിയാണ്. പിന്നെ ഇന്ത്യയുടെ തന്നെ മറ്റൊരു സ്വന്തം കമ്പനിയായ കെയ്ൻസ് ടെക്നോളജീസ്, CG പവർ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കമ്പനികൾ ഈ മേഖലയുടെ പല വിഭാഗങ്ങളിലേക്ക് നിക്ഷേപം നടത്തുന്നുണ്ട്. ഇതിന്റെ വിവിധ ഒരു മേഖലകൾ ഞാൻ പറയാം. ഈ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണത്തിൽ വലിയ ചിപ്പുകളാണെങ്കിൽ തന്നെ അതിന് വിവിധ മേഖലകളുണ്ട്. അതായത് മുഖ്യമായും
സെമി കണ്ടക്ടർ വ്യവസായത്തിലുള്ളത് ചിപ്പ് ഡിസൈനിങ്, സെമി കണ്ടക്ടർ ചിപ്പ് ഡിസൈൻ ചെയ്യുന്നത്, അതുപോലെ ഫാബ്രിക്കേഷൻ പ്ലാൻസ്, ഫാബ്സ് എന്ന് പറയും. മൂന്നാമത്തേത് ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ്, അത് OSAT എന്ന ചുരുക്കപ്പേരിലാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അസംബ്ലി ടെസ്റ്റിംഗ്, മാർക്കിംഗ് ആൻഡ് പാക്കേജിങ്, അത് ATMP എന്ന ഒരു മേഖലയായിട്ട്. അപ്പൊ ഈ അവസാനത്തെ രണ്ടെണ്ണം ഞാൻ പറഞ്ഞല്ലോ, OSAT, ATMP, ഈ മേഖലയിൽ അത്ര വലിയ മുതൽ മുടക്ക് വേണ്ട. അപ്പൊ നമുക്കൊരു ഫാബ് ഉണ്ടാക്കണമെങ്കിൽ ഫാബിൽ നിന്നാണ് വേഫറുകൾ, സർക്യൂട്ടുകൾ പിന്നെ ചേർത്ത് വെച്ചിട്ടുള്ള സർക്യൂട്ടുകൾ ഉണ്ടാക്കുന്ന വേഫറുകൾ ഉണ്ടാക്കണമെങ്കിൽ വലിയ മുതൽ മുടക്കാണ്. ഇപ്പൊ ടാറ്റയുടെയും TSMC, തൈവാൻ സെമി കണ്ടക്ടർ ചിപ്സ്, അവർ രണ്ടുപേരൂടെ ചേർന്നിട്ടാണ് ഗുജറാത്തിലെ ധോളേരയിലെ ഈ പ്ലാന്റ് ഉണ്ടാക്കുന്നത്, ഫാബ് ഉണ്ടാക്കുന്നത്. അതിന്റെ മുതൽ മുടക്ക് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. അതിന്റെ മുതൽ മുടക്ക് എന്ന് പറയുന്നത് 93,000 കോടി രൂപയാണ്, ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയുടെ അടുത്ത് വരും. സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ യൂണിറ്റിന് അത്ര വലിയ മുതൽ മുടക്കാണ്. പക്ഷെ നമ്മൾ മുമ്പ് താഴെ പറഞ്ഞ അതിനകത്തിലെ അസംബ്ലി ടെസ്റ്റിംഗ്, അതുപോലെയുള്ള പിന്നെ ഔട്ട്സോഴ്സ്ഡ് അസംബ്ലി ടെസ്റ്റിംഗ്, ആ മേഖലകളിലൊക്കെ തന്നെ ഒരു മുതൽ മുടക്കം എന്ന് പറയുന്ന ഒരു 5,000 കോടി തൊട്ട്, തീരെ ചെറുതെന്നല്ല ഞാൻ പറയുന്നത്, 5,000 കോടിയൊന്നും ചെറിയ തുകയല്ല. ആ രീതിയിൽ 5,000 കോടി, ഒരു 6,000 കോടി തൊട്ട് ഒരു 20,000 കോടി, 25,000 കോടി വരെയുള്ള മുതൽ മുടക്കുള്ള കേന്ദ്രങ്ങളാണ്. അപ്പൊ അത് കുറച്ചുകൂടി ഫാബിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി വേഗത്തിൽ അത്തരം യൂണിറ്റുകൾ 18 മാസം, ഒരു 2 വർഷത്തിൽ താഴെ മതിയാവും അത്തരം ഒരു യൂണിറ്റ് തുടങ്ങാനൊക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ മേഖലയിൽ ചുവടുറപ്പിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് നമ്മൾ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ഫാബ്രിക്കേഷനിൽ കുറച്ചുകൂടെ ശ്രദ്ധ കൊടുക്കും. ആ ഘട്ടം വരുമ്പോഴേക്കും നമ്മൾ ഈ ചെറിയ, അതായത് ഈ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഈ അഡ്വാൻസ്ഡ് നോഡ് എന്ന് പറയുന്ന 7 നാനോമീറ്ററും അതിൽ താഴെയും വലിപ്പമുള്ള, അതായത് 2 നാനോമീറ്റർ വരെ വലിപ്പമുള്ള ചിപ്പുകളുടെ നിർമ്മാണത്തിലേക്ക് നമ്മൾ അപ്പോൾ കിടക്കും. ഇപ്പൊ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് OSAT എന്ന് ഞാൻ OSAT അല്ലെങ്കിൽ ATMP എന്ന് ഞാൻ പറഞ്ഞ ഈ ടെസ്റ്റിങ് അതുപോലെയുള്ള മേഖലകളിലെ 30% ഷെയർ 2030 നമുക്ക് നേടിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അത് തന്നെ വാർഷികമായിട്ടൊരു ടേൺ ഓവർ ആ മേഖലയ്ക്ക് 55 മുതൽ 70 ബില്യൺ US$ വരെ ടേൺ ഓവർ ഉള്ള ഒരു മേഖലയാണ്. അതിന്റെ 30% പിടിച്ചെടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ലോകത്തെ ഈ മേഖലയിലെ ഒരു വലിയ ശക്തിയായിട്ട് നമ്മൾ അപ്പോഴത്തേക്കും മാറിക്കറി അതാണ്. പക്ഷെ ഇതിനൊരു പരിമിതിയുണ്ട്. ഈ OSAT, ATMP എന്നൊക്കെ പറയുന്നത് ലോ മാർജിൻ ഉള്ള ബിസിനസ്സാണ്. പ്രോഫിറ്റ് അത്ര ഭീകരമായ പ്രോഫിറ്റ് ഒന്നും കിട്ടത്തില്ല. പക്ഷെ അവിടെ ഒരു ഗുണമുണ്ട്, അത് ഹ്യൂമൻ ഓറിയന്റഡ് ആണ്, കുറച്ചുകൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ വരും. ഇപ്പൊ ടാറ്റയുടെ OSAT പ്ലാന്റ് ആസാമിൽ അവിടെ പിന്നെ നിർമ്മാണത്തിലാണ്. അതുകൊണ്ട് തന്നെ ഉത്പാദനം തുടങ്ങുമെന്നാണ് പറയുന്നത്. ഈ ഗ്ലോബൽ ഔട്ട്പുട്ടിന്റെ 3% ഒരു 2-3 കൊല്ലത്തിനുള്ളിൽ നമ്മൾ കൈക്കലാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഇന്ത്യ നടത്തുന്നത്. ഈ OSAT, ATMP മേഖലയിൽ തന്നെ 7 ബില്യൺ US$ അടുപ്പിച്ചുള്ള നിക്ഷേപം ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. 4 പുതിയ പ്ലാന്റുകൾ അതിന്റെ അനുവാദം, ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തീർച്ചയായിട്ടും ഈ ചൈനയുടെ ഒരു ആധിപത്യത്തിൽ നിന്നും, പിന്നെ 2ാം സ്ഥാനം ഇപ്പം മലേഷ്യക്കാണ്. ലോക മാർക്കറ്റിന്റെ ഈ 13% അവരുടെ കയ്യിലുണ്ട്. ഇവിടെ ഒരു വലിയ ശക്തിയായിട്ട് മാറുക എന്നുള്ള ഒരു ശ്രമം അതിന്റെ തുടക്കം ഇട്ടിരിക്കുകയാണ്. ഇതിന് സഹായിക്കാനായിട്ട് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ എന്ന ഒരു 2.0 എന്നൊരു പദ്ധതി ഇപ്പൊ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ തുടക്കത്തിലെ മിഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞ ടാറ്റയുടെ ധോളേറ പ്ലാന്റ്, അല്ലെങ്കിൽ ടാറ്റയുടെ ആസാം പ്ലാന്റ്, മൈക്രോണ്, കെയ്ൻസ്, പവർ, ഇവരൊക്കെ മുതൽ മുടക്ക് തുടങ്ങിയത് സെമി കണ്ടക്ടർ മിഷൻ, ഇന്ത്യ സെമി കണ്ടക്ടർ മിഷന്റെ ആദ്യ ടീം അനുസരിച്ചാണ്. ഇവിടെ വലിയ ആനുകൂല്യമാണ് സർക്കാർ കൊടുക്കുന്നത്. അതായത് ഇപ്പൊ നമ്മള് ഒരു 10,000 കോടി രൂപ നമ്മൾ മുടക്കുക, 5,000 കോടി രൂപ സർക്കാരും മുടക്കും, പകുതി സർക്കാരും മുടക്കും. അപ്പൊ അതൊരു വലിയ
ഇത് നമ്മുടെ കമ്പനിക്ക് ഒരു വലിയ നേട്ടം കൊടുക്കും. എന്തെന്നാൽ ഈ കമ്പനികൾക്ക് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഈ OSAT-ATMP വിഭാഗത്തിൽ ഒരു കാൽവെപ്പ് നടത്തിക്കൊണ്ട്, അതായത് അതിന്റെ ഇന്നത്തെ കറന്റ് ലോക മാർക്കറ്റിൽ ഒരു 30% പിടിച്ചെടുത്തുകൊണ്ട് ചൈനയെ നേരിടുക എന്നുള്ളതാണ്. അതായത് ലോകത്തിലെ ഔട്ട്പുട്ടിന്റെ മെച്യൂർ നോഡ് ഔട്ട്പുട്ടിന്റെ ഒരു 3% നമ്മൾ പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. ഇപ്പോൾ കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ചൈനയെ നമുക്ക് ഒറ്റയടിക്ക് ഇതിൽ നിന്നും പിന്തള്ളാനൊന്നും പറ്റില്ല. കാരണം ചൈന അത്ര മുന്നിലാണ്. ചൈന 2028 ഈ മെച്യൂർ നോഡ് എന്ന് പറയുന്ന വിഭാഗത്തിൽ, അതായത് 28 നാനോമീറ്ററോ അതിന് മുകളിലോ വലിപ്പമുള്ള സെമി കണ്ടക്ടർ ചിപ്പുകളുടെ 42% മാർക്കറ്റ്, 42% മാർക്കറ്റ് 2028 ചൈനയുടെ നിയന്ത്രണത്തിലാണ്. പക്ഷേ ഇന്ത്യയുടെ ഈ ഒരു വലിയ ഇനീഷ്യേറ്റീവ് എന്നത് ചൈന കൊടുക്കുന്ന പ്രോഡക്റ്റിനേക്കാൾ 15% വിലക്കുറവ് നമ്മുടെ കമ്പനികൾ ഓഫർ ചെയ്യുന്നുണ്ട്. ചൈന ഈ മാർക്കറ്റ് പിടിച്ചത് എങ്ങനെയാണ്? ഇപ്പൊ മെച്യൂർ നോഡിന്റെ കാര്യത്തിൽ അമേരിക്കയുടെയോ തൈവാന്റെയോ അതല്ലെങ്കിൽ ജപ്പാന്റെയോ കൊറിയയുടെയോ ഒക്കെ പ്രോഡക്റ്റുകളെക്കാൾ വില കുറച്ച് ചൈന വിറ്റു. ആ ചൈനയേക്കാൾ ഒരു കോസ്റ്റ് അഡ്വാൻറ്റേജ് ഇന്ത്യ ഓഫർ ചെയ്യുന്നു. പിന്നെ ഈ മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു വലിയ അഡ്വാൻറ്റേജ് നമുക്കുണ്ട്. ഈ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, സെമി കണ്ടക്ടർ ചിപ്പിന്റെ കാര്യത്തിൽ മൂന്ന് ഏരിയാസ് ആണുള്ളത്. അതായത് 3 മേഖലകളാണുള്ളത്. ഒന്ന് ചിപ്പിന്റെ ഡിസൈനിങ്, ഫാബ്രിക്കേഷന്, അതുപോലെ തന്നെ അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ്, പാക്കേജിങ്, ആ ഒരു മേഖല. ഇതില് ഈ ഡിസൈനിങ്ങിന്റെ ഒരു ചിപ്പ് ഡിസൈൻ ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പൊ തന്നെ ലോകത്തിലെ ഒരു വലിയ ശക്തിയാണ് ഇന്ത്യ. ഈ ലോകത്ത് ആകമാനമുള്ള ചിപ്പ് ഡിസൈൻ ചെയ്യാൻ അറിയാവുന്ന സ്കിൽഡ് പ്രൊഫഷണൽസിന്റെ 20% ഇന്ത്യയിലാണെന്നാണ് പറയുന്നത്. ഏതാണ്ട് ഈ ബിസിനസിന്റെ 7% ഇന്ത്യയാണ് നിയന്ത്രിക്കുന്നത്. അവിടെ നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജ്. പക്ഷെ നമുക്ക് ദൗർഭാഗ്യവശാൽ ഈ ഫാബ് എന്ന് പറയുന്ന മേഖലയിൽ, ഫാബ്രിക്കേഷൻ യൂണിറ്റുകളുടെ കാര്യത്തിൽ അതിനുള്ള ഒരു മുതൽ മുടക്കിനോ അല്ലെങ്കിൽ അങ്ങനെ സർക്കാരിന്റെ ഒരു കൃത്യമായ ഇടപെടലോ ഒന്നും അവിടെ ഉണ്ടായില്ല. സർക്കാരിൽ നിന്നുള്ള വലിയൊരു ധനസഹായം ഉണ്ടായില്ല. ഇത് 2 കാര്യങ്ങളാണ് ഇതിനു വേണ്ട: വലിയ ധനസഹായം, അതുപോലെ ശുദ്ധജലത്തിന്റെ ആവശ്യമുണ്ട് വലിയ തോതിൽ. ആ ശുദ്ധജലത്തെ ഇത് രണ്ടും ഒരു പരിമിതികൾ, ക്യാപിറ്റൽ മൂലധനത്തിന്റെയും ശുദ്ധജലത്തിന്റെയും, അതുപോലെ അതിന്റെയൊക്കെ പരിമിതികൾ സ്വാഭാവികമായിട്ടും ഫാബ്രിക്കേഷൻ യൂണിറ്റുകൾ ഇന്ത്യയിൽ വരുന്നതിൽ നിന്നും പലപ്പോഴും പിന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഈ ടാറ്റ തൈവാൻ TSMC പ്ലാന്റ് ധൊളൈറയിൽ വരുന്നതിനോടൊപ്പം മറ്റ് പ്ലാന്റുകൾക്ക് ഇപ്പൊ ഫാബുകൾക്ക്, എനിക്ക് തോന്നുന്ന 3 പുതിയ ഫാബുകൾക്കുള്ള അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വരുമ്പോഴേക്കും നമ്മളും ഒരു മുന്നേറ്റം നടത്തും. പക്ഷെ ചൈന അപ്പോഴേക്കും, ചൈനയുടെ കാര്യം പറയുമ്പോൾ ചൈന $100 ബില്യൺ, 100 തൊട്ട് $125 ബില്യൺ ആണ് ഒരു 2030 വരെയുള്ള കാലഘട്ടത്തിൽ ഈ മേഖലയിൽ ഫാബിന്റെ കാര്യത്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോ നമുക്ക് ചൈനയെ ഒറ്റയടിക്ക് പിന്തള്ളും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ ഒരു ശക്തമായ സാന്നിധ്യം അവിടെ നമ്മൾ കൊണ്ടുവരികയാണ്. ഇന്ത്യ നമുക്ക് ചില അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് ചിപ്പ് ഡിസൈനിങ്ങിലൊക്കെ ഉള്ള നമ്മുടെ അഡ്വാൻറ്റേജ്, അത് നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ പ്രയോജനപ്പെടുത്തും. ഇങ്ങനെ പ്രയോജനപ്പെടുത്തിയിട്ട് നമ്മൾ ഫാബും അതുപോലെ ടെസ്റ്റിങ്, മാർക്കിങ്, പാക്കേജിങ് തുടങ്ങിയ മേഖലകളിലും നമ്മൾ ആദ്യം അവിടേക്ക് തന്ത്രപരമായ ഒരു സമീപനം, ആ തന്ത്രപരമായ ഒരു സമീപനത്തില് ഇന്ത്യ ഒരു വലിയ മുന്നേറ്റം വരുന്ന ദിവസങ്ങളിൽ നടത്തുമെന്നാണ് പറയുന്നത്. 2032 കൂടി ലോകത്തിലെ 5 പ്രമുഖ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ രാജ്യങ്ങളിൽ ഒന്നായിട്ട് ഇന്ത്യ മാറും എന്ന് പറയുമ്പോൾ അത് വെറും ഒരു അവകാശവാദമല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ധോളേറ പ്ലാന്റ് ഫാബ്രിക്കേഷൻ യൂണിറ്റിൽ നിന്നുള്ള വേഫറുകൾ ഒരു 1.5 വർഷത്തിനുള്ളിൽ മാർക്കറ്റിൽ എത്താൻ പോവുകയാണ്. ബാക്കി പല മേഖലകളിലുമുള്ള ഫാക്ടറികൾ അപ്പോഴേക്കും പ്രവർത്തനം തുടങ്ങുന്നു. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിന്റെ ഒരു സപ്ലൈ ചെയിൻ ഉണ്ട്. ആ സപ്ലൈ ചെയിനിൽ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്റൽ മൈക്രോൺ, അവര് ഈ പറഞ്ഞ ഫാബ്രിക്കേഷൻ യൂണിറ്റ് ഉണ്ട്, ഡിസൈൻ ഉണ്ട്,
ടെസ്റ്റിംഗ് ഉണ്ട്, അതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കമ്പനികൾ, പിന്നെ ക്വാൾകോം പോലുള്ള കമ്പനികൾ അവര് ഡിസൈൻ ചെയ്തിട്ട് അവർ ഔട്ട്സോഴ്സ് ചെയ്യുകയാണ്. പിന്നെ TSMC ഫാബും ഫിനിഷ്ഡ് ചിപ്സും ഉണ്ടാക്കുന്ന കമ്പനി, മറ്റ് സ്വതന്ത്രമായിട്ടുള്ള OSAT കമ്പനികൾ, അക്കൂട്ടത്തിൽ ഇന്ത്യൻ കമ്പനികളും ഇനി വരുന്ന ഒരു 6-7 വർഷത്തിനുള്ളിൽ പ്രമുഖ കമ്പനികൾ, ഇന്ത്യൻ കമ്പനികളും ഉണ്ടാകും. ശരിക്കും പറഞ്ഞാൽ ചൈനയ്ക്ക് ഈ മെച്യൂർ നോഡിന്റെ കാര്യത്തിൽ ചൈനയ്ക്കുള്ള ഒരു ആധിപത്യം പലപ്പോഴും അമേരിക്കയൊക്കെ ചെയ്യുന്ന പോലെ സമാനമായിട്ടുള്ള എന്താണ് ഈ ഉപരോധം പോലെ ചൈന പല പരിപാടികളും ചെയ്യും. ചൈന സെമി കണ്ടക്ടറിന്റെ ചിപ്പിന്റെ എക്സ്പോർട്ടൊക്കെ കൺട്രോൾ ചെയ്യും ചില രാജ്യങ്ങളിലോട്ടുള്ള. അങ്ങനെ ബുദ്ധിമുട്ടി. അങ്ങനെ വന്നു കഴിയുമ്പം ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കൾക്ക്, ടെലികോം ഉൽപ്പന്നങ്ങളുടെ ഉപകരണങ്ങളുടെ നിർമ്മാതാക്കൾക്ക്, ഇവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത്. പക്ഷെ ഇത് ഒക്കെ മാറിയിട്ട് നമ്മൾ ചില മേഖലകളിലെങ്കിലും നമ്മൾ നമ്മുടെ ഒരു സ്വാശ്രയത്വത്തിലേക്ക് നമ്മൾ കടക്കും. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മളും ചില മേഖലകളിൽ നമ്മുടെ നിയന്ത്രണത്തിലും വരും. അപ്പൊ ഈ സപ്ലൈ ചെയിന്റെ കാര്യത്തിൽ ചൈനയുടെ കടുംപിടുത്തങ്ങൾ നമ്മളെ അധികം ബാധിക്കില്ല. കാരണം ചൈന നമ്മളുമായിട്ട് ഒരു അറേഞ്ച്മെന്റിന് തയ്യാറാകും. നിങ്ങളുടെ കയ്യിൽ ഇതുണ്ട്, എൻ്റെ കയ്യിൽ മറ്റതുണ്ട്, അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകാം എന്ന് പറയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കും. ലോകത്തിലെ 5 പ്രമുഖ ചിപ്പ് നിർമ്മാതാക്കളിൽ ഒരാളാകുന്ന ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഓവറോൾ പുരോഗതിയിൽ അത് വലിയ പ്രാധാന്യമുണ്ട്. പ്രതിരോധ മേഖല, അതുപോലെ ടെലികോം മേഖല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സിവിലിയൻ യൂസസിന്റെ മേഖല, എല്ലാ ആധുനിക ഇലക്ട്രോണിക്സ് വ്യവസായം, എല്ലാ മേഖലകളിലും നമുക്ക് സെമി കണ്ടക്ടർ ചിപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യം സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു പിന്നെ മേൽക്കൈ അവർക്കൊരു സമ്മർദ്ദ ശേഷിയുണ്ട്. അത്തരം ഒരു രാജ്യമായിട്ട് വരും ദിവസങ്ങളിൽ ഇന്ത്യ മാറാൻ പോവുകയാണ്. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0 ആ ഒരു വലിയ ഒരു നേട്ടം നമുക്ക് കൊണ്ടുതരും എന്നാണ്. സർക്കാർ വലിയ ഒരു തുക ഇതിനു വേണ്ടി, എനിക്ക് തോന്നുന്നത് 1.3 ട്രില്യൺ എന്തോ രൂപയാണ് അതിനുവേണ്ടി ഇയർമാർക്ക് ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളും അതുപോലെ തന്നെ വിശകലനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലെത്താം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നന്ദി. താങ്ക് യു സാർ.